ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എഡ്യൂ ടീച്ചർ കേരള. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്റർ ജനാധിപത്യവും അവകാശങ്ങളും. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നെൽസൺ മണ്ടേലയുടെ കുറച്ച് വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിനു വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാവും. അപ്പൊ നെൽസൺ മണ്ടേല എന്ന് പറഞ്ഞാൽ കറുത്ത വർഗക്കാരിൽ അല്ലെ, അവിടെ നിന്ന് പോരാടി വന്നിട്ടുള്ള ഒരു ആളാണ് അല്ലെ. അപ്പോൾ ഇതില് ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്? രാജ്യത്തെ എല്ലാ മേൽക്കോയ്മയ്ക്കും എതിരായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പടവെട്ടിയത്? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടിയിട്ടും ആണ്, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പടവെട്ടിയത്. അപ്പോൾ ഇത് നേടിയെടുക്കുകയാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ എന്താണ് പ്രത്യേകത? എല്ലാവരും തുല്യരാവും എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാവരും ഒരേപോലെ ഒരേ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, എല്ലാവരും തുല്യരായിരിക്കും. അപ്പൊ നെൽസൺ മണ്ടേല ആരാണെന്ന് നോക്കാം. ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിൽ കസോസ ഗോത്ര വിഭാഗത്തിൽ 1918 ജൂലൈ 18 ജനിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടി. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളിയായിരുന്നു അദ്ദേഹം. രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കപ്പെട്ട അദ്ദേഹത്തിന് 26 വർഷവും 7 മാസവും 10 ദിവസവും ജയിലിൽ കഴിയേണ്ടി വന്നു. 1990 ഫെബ്രുവരി 11 ജയിൽ മോചിതനായ അദ്ദേഹം 1994 മെയ് 10 ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി. 2013 ഡിസംബർ 5 95 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ പ്രസിഡന്റ് ആയിട്ട് മാറി, അതായത് കറുത്ത വർഗക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ നീഗ്രോ വംശജർക്ക് വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് പ്രയത്നിച്ച് അദ്ദേഹം പ്രസിഡന്റായി, ദക്ഷിണാഫ്രിക്കയിലെ പ്രസിഡന്റായി മാറിയ ഈ നെൽസൺ മണ്ടേലയുടെ കാര്യമാണ് ഇപ്പൊ നമ്മൾ കുറച്ച് വാചകങ്ങൾ നമ്മൾ പറഞ്ഞത് അല്ലെ. ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ജനാധിപത്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നോക്കാം രാജ്യവും ഗവൺമെന്റിന്റെ രൂപവും. ഭൂട്ടാനിലെ ഏത് തരത്തിലുള്ള ഗവൺമെന്റ് ആണ്? ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് ഉള്ളത്. ഭരണഘടനാപരമായ രാജവാഴ്ച, രാജാവാണ് അവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആള്. രാജാവ് പറയുന്നതാണ് അവിടെ എന്തുള്ളത്, എല്ലാ നിയമങ്ങളും രാജാവാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ നമുക്കറിയാം ജനാധിപത്യ ഭരണമാണ് അല്ലെ. പിന്നെ ബ്രൂണയില് സുൽത്താൻ ഭരണമാണ്, സുൽത്താൻ ഭരണം. മ്യാൻമർ പട്ടാള ഭരണം, മ്യാൻമറിൽ പട്ടാള ഭരണമാണ് ഉള്ളത്. അപ്പൊ നേരത്തെ നമ്മൾ കുറെ രാജ്യങ്ങളും 4 രാജ്യങ്ങളും അവയുടെ രീതികളും അല്ലെ, ഗവൺമെന്റ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ബ്രൂണൈ അതുപോലെ ഭൂട്ടാൻ ഇതൊക്കെ ജനാധിപത്യേതര ഗവൺമെന്റുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ജനാധിപത്യേതര ഗവൺമെന്റുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഭൂട്ടാൻ രാജാവും അതുപോലെ തന്നെ ബ്രൂണൈ സുൽത്താനൊക്കെ എന്താണ്, ഈ ഒരു ജനാധിപത്യ അതായത് ജനാധിപത്യം അല്ല അവിടെ ഉള്ളത്. രാജാവും സുൽത്താനൊക്കെയാണ്, അവർക്കാണ് മെയിൻ ആയിട്ടുള്ള അവരാണ് കൈകാര്യം ഈ രാജ്യത്തുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അവരായിരിക്കും. പക്ഷേ ഗവൺമെന്റ്, അതായത് ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ പട്ടാള ഭരണവും ജനാധിപത്യേതര ഗവൺമെന്റുകളിലാണ് പെടുന്നത് കേട്ടോ, പട്ടാള ഭരണം. പക്ഷെ നമ്മളെ ഇന്ത്യയാണ് ജനാധിപത്യ രാജ്യമായിട്ട് കണക്കാക്കുന്നത്.
അപ്പം ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ക്രമമാണ് ജനാധിപത്യേതര ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത്. അതായത് ജനാധിപത്യേതര ഭരണവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൽ ഇപ്പോൾ രാജാവാണെങ്കിൽ രാജാവാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണവ്യവസ്ഥ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ജനാധിപത്യേതര ഭരണവ്യവസ്ഥ എന്നാൽ എന്താണ്? ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തുന്ന ക്രമമാണ് ജനാധിപത്യേതര ഭരണവ്യവസ്ഥ. പക്ഷെ ഇന്ത്യയിൽ എന്താണ്? ജനാധിപത്യ ഭരണമാണ്, അല്ലെ? ഭരണക്രമമാണ്. അപ്പോൾ ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെയാണ് ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാലേ, നമ്മളിവിടെ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, ജനങ്ങൾക്ക് എല്ലാവർക്കും തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഭരണക്രമത്തെയാണ് ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നമുക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ ജനാധിപത്യ ഗവൺമെന്റ്, നമ്മുടെ ഇന്ത്യയിലുള്ളത് ജനാധിപത്യ ഗവൺമെന്റ് ആണ്. ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്കി 3 രാജ്യങ്ങളിലുള്ളതും ജനാധിപത്യേതര ഗവൺമെന്റ് ആണ്. അപ്പൊ ഇവിടെ ജനങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്, അല്ലെ? ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് ജനാധിപത്യ ഗവൺമെന്റ്. പക്ഷേ ജനാധിപത്യേതര ഗവൺമെന്റിന്റെ പ്രത്യേകത എന്താണ്? അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യാണ്. രാജാക്കന്മാർ അല്ലെങ്കിൽ സുൽത്താൻമാരൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പരമ്പരാഗതമായി ഇപ്പൊ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത മകനാണ് രാജാവായിട്ട് വരുന്നത്. അപ്പൊ അതേപോലെ തന്നെ അധികാരം പരമ്പരാഗതമായിട്ട് കൈമാറുകയോ അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ജനാധിപത്യ ഗവൺമെന്റിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്, അല്ലെ? ജനപ്രതിനിധി ആരാണ് ഭരിക്കേണ്ടത് എന്നുള്ളത് ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. അടുത്ത നോക്കാൻ, ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശവും നിയമപരമായി ഉറപ്പു നൽകുന്നു. ജനങ്ങൾക്ക് അവരുടേതായ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് അവകാശങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ജനാധിപത്യേതര ഗവൺമെന്റിൽ അഭിപ്രായ സ്വാതന്ത്ര്യം കുറവാണ്. അതുപോലെ തന്നെ അവകാശങ്ങളൊക്കെ പരിമിതമാണ്. വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അഭിപ്രായ സ്വാതന്ത്ര്യം ഒന്നും മിക്കവാറും ഉണ്ടാവില്ല. അടുത്തത് ജനാധിപത്യ ഗവൺമെന്റ് എന്താണെന്ന് നോക്കാം. ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. അപ്പം ഭരണാധികാരി ആരാണ് ഭരിക്കുന്നത് വെച്ചാൽ അവരും നിയമം പാലിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. പക്ഷേ ഇവിടെ ഭരണാധികാരി എന്ന് പറയുന്നത് നിയമത്തിന് അതീതനാണ്. ഈ ഭരണാധികാരിക്ക് അതായത് ജനാധിപത്യേതര ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ രാജാക്കന്മാരൊക്കെ ഉള്ളതാണ് ജനാധിപത്യേതര ഗവൺമെന്റ്. അവർക്ക് നിയമം പാലിക്കണം എന്ന് അത്ര നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം. അവരെന്താണോ തീരുമാനിക്കുന്നത് അതാണ് നിയമം. ഓക്കെ. അടുത്തത് ജനാധിപത്യ ഗവൺമെന്റിന്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജനാഭിലാഷം മാനിക്കുന്നു. ജനാഭിലാഷം മാനിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളുടെ ഇഷ്ടം എന്താണ് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം എന്താണ് അതിനെ മാനിക്കുന്നുണ്ട്. അടുത്തത് വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെ അവർക്കുള്ള സ്വാതന്ത്ര്യമൊക്കെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് ഭരിക്കുന്നത്. ജനങ്ങളാണ് ആര് ഭരണാധികാരി ആവണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കണം. അപ്പൊ ഈ 4 ജനാധിപത്യ ഗവൺമെന്റിന്റെ മേന്മകൾ. അടുത്തത് നമുക്ക് അവകാശങ്ങളുണ്ട്, അല്ലെ? ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം. ഇതൊക്കെ നമുക്ക് ഈ ഒരു ഇന്ത്യയിൽ ജീവിക്കാനുള്ള കുറച്ച് അവകാശങ്ങളാണ്, അല്ലെ? ഇന്ത്യയിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മളുടെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഈ 4 ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ബാല്യകാലം മുതൽ യുദ്ധഭൂമിയിൽ ജീവിക്കേണ്ടി വന്ന 16കാരിയായ പലസ്തീൻ പെൺകുട്ടിയുടെ വാക്കുകൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെ? എല്ലാ രാജ്യവും നമ്മളെ ഇന്ത്യയെ പോലെ ആവില്ല. പക്ഷെ അപ്പം ഇവിടെ ബാല്യകാലം മുതൽ ചെറുപ്പകാലം മുതൽ യുദ്ധഭൂമിയിൽ ജീവിക്കുന്ന ഒരു 16കാരിയായ പലസ്തീൻ പെൺകുട്ടിയുടെ വാക്കുകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ്? സ്പെയിൻ യാത്രയിൽ നിന്നും
ഗിറ്റാർ പഠിക്കുന്നതിന് നിന്നും എൻ്റെ സ്വപ്നങ്ങൾ മാറിയിരിക്കുന്നു. അപ്പൊ ഈ പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? സ്പെയിൻ യാത്രയിൽ നിന്ന് ഗിറ്റാർ പഠിക്കുക അല്ലെ? അതുപോലെ സ്പെയിൻ യാത്ര, അതുപോലെ ഗിറ്റാർ പഠിക്കുക, അതൊക്കെയാണ് ഈ കുട്ടിയുടെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഈ സ്വപ്നങ്ങളൊക്കെ മാറി എന്നാണ് പറയുന്നത്. എന്താണ്? ജീവനോടെ അല്ലെ, മരിക്കാതെ ഇരിക്കാനുള്ള സ്വപ്നം മാത്രം, ജീവനോടെ ഇരിക്കുക എന്നുള്ള സ്വപ്നം മാത്രമായി ഈ കുട്ടിക്ക് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, എപ്പോഴും യുദ്ധഭൂമിയിലായതുകൊണ്ട്. അധിനിവേശമില്ലാതെ സ്വതന്ത്രനായി സമാധാനത്തോടെ ജീവിക്കുന്നത് എങ്ങനെയുണ്ടാകും? ഞാൻ ഒരിക്കലും അത് അറിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് മനോഹരമാണോ ഇത്? അതായത് നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് അല്ലേ? കാരണം എന്താണ്? നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, സമാധാനത്തോടെയാണ് ജീവിക്കുന്നത്. പക്ഷെ ഈ യുദ്ധഭൂമിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, അവർക്കൊന്നും സ്വാതന്ത്ര്യം എന്താണ്, സമാധാനം എന്താണ്, ഏത് നിമിഷവും ബോംബ് പൊട്ടുന്ന ആ ഒരു ഇത് മാത്രമാണ് അവർക്ക് അറിയുന്നത്. സമാധാനം എന്താണെന്നോ സ്വാതന്ത്ര്യം എന്താണെന്നോ അറിയാത്ത ജനങ്ങളാണ് ചുറ്റും ഈ ഒരു നമ്മളെ ഭൂമിയിലുള്ളത്. നമ്മളെപ്പോലെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആളുകൾ കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പൊ സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത വിധം യുദ്ധം ഫറ ബക്കറിന്റെ എല്ലാ പ്രതീക്ഷകളും തീർത്തു. ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു ഈ പെൺകുട്ടിക്ക്, പക്ഷേ ഇത് ഒന്നും നടക്കുന്നില്ല. അപ്പൊ എന്താണ്? സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ച് ജീവിക്കുക, ജീവനോടെ ഉണ്ടായിരിക്കുക എന്നുള്ള സ്വപ്നം മാത്രമായി മാറിയിരിക്കുന്നു. അപ്പൊ എന്താണ് ഈ അവകാശങ്ങൾ? നമ്മൾ നേരത്തെ പറഞ്ഞു ജീവിക്കാനുള്ള അവകാശങ്ങൾ എന്നൊക്കെ അല്ലെ? അപ്പൊ എന്താണ് അവകാശങ്ങൾ എന്ന് നോക്കാം. അവകാശങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ. അതായത് ഒരു പൗരന്, ആ രാജ്യത്ത് ജീവിക്കുന്ന പൗരന് മെച്ചപ്പെട്ട ജീവിതം കിട്ടുന്നതിനും, അതുപോലെ തൻ്റെ ശേഷി, തനിക്ക് എത്രത്തോളം കഴിവുണ്ട് അത് വികസിപ്പിക്കുന്നതിന്, അത് ഇതാക്കുന്നതിന് കേട്ടോ. അത് കഴിവൊക്കെ നമ്മൾ വികസിപ്പിച്ചെടുക്കണം അല്ലെ? വീണ്ടും ചെയ്തിട്ട് വികസിപ്പിച്ചെടുക്കണം. അപ്പൊ അതിനെ സഹായിക്കുന്നതും ആയിട്ടുള്ള സമൂഹവും രാഷ്ട്രവും ഉറപ്പ് നൽകുന്നതുമായിട്ടുള്ള വ്യവസ്ഥകളാണ് അവകാശങ്ങൾ. നമുക്കിപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് ഇപ്പം എന്തോന്ന് പഠിക്കണം എന്ന് തോന്നിയാലും, അല്ലെങ്കിൽ നമുക്കൊന്ന് യാത്ര ചെയ്യണം എന്ന് തോന്നിയാലും, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടേതായ അറിവുകൾ വർദ്ധിപ്പിക്കണം എന്ന് തോന്നിയാലും ഒക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് അവകാശങ്ങൾ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഇതേപോലെ അല്ല ജീവിക്കുന്നത്. ഓക്കെ, ഓരോരുത്തരും നമ്മുടെ രാജ്യത്തിന് അയൽ സംസ്ഥാനങ്ങൾ, അല്ലെ അയൽ സംസ്ഥാനമല്ല, അയൽ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളൊന്നും നമ്മൾ അനുഭവിക്കുന്ന അത്ര സ്വാതന്ത്ര്യമൊന്നും അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ജനാധിപത്യത്തെ കുറിച്ചാണ് അല്ലെ? ജനാധിപത്യ രാജ്യങ്ങളെ കുറിച്ചും, അതുപോലെ അവരനുഭവിക്കുന്ന ജനാധിപത്യത്തിന്റെ മേന്മകൾ എന്തൊക്കെയാണ്, നല്ല കാര്യങ്ങൾ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് നമ്മളുടെ മേന്മകൾ എന്താണ്, അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ? അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ഇപ്പം തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഓരോ പാഠത്തിൻ്റെയും നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ അപ്പം തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.